സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ യോഗം വിളിച്ച മുഖ്യമന്ത്രി. ഇന്ന് ഉച്ചയ്ക്ക് 12:30-ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് യോഗം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, എന്തായാലും സർക്കാരിന് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് വലിയൊരു പ്രതിച്ഛായയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്ന ഒരു സംഭവം. എന്തായാലും അതിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെടുന്നു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിൽ ഇടപെടുകയാണ്. സർക്കാർ കാര്യക്ഷമമായി തന്നെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതായത് നിലവിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ നേരത്തെ കണ്ടെത്തിയത് 1458 സർക്കാർ ജീവനക്കാർ അത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്നത്. ഇന്നലെ തന്നെ അതിൽ കൂടുതൽ പരിശോധന അതിൽ തുടങ്ങിയിരുന്നു. ഇന്നലെ പുറത്തു വന്ന വാർത്ത കോട്ടയ്ക്കൽ നഗരസഭയിലേതാണ്. അവിടെ 7-ാം വാർഡിൽ മാത്രം 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ധനകാര്യ പരിശോധന വിഭാഗമാണ് കണ്ടെത്തൽ നടത്തിയത്. മാത്രമല്ല ഗുരുതരമായ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ കൂടി ഉണ്ടായിരുന്നു. ഈ BMW പോലുള്ള ആഡംബര കാറുള്ള ആളുകൾ പോലും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഈ മാനദണ്ഡങ്ങൾ, പെൻഷൻ നൽകുന്നതിനും അത് വാങ്ങുന്നതിനും മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ആളുകൾ, നിരവധി ആളുകൾ ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൃത്യമായ നിർദ്ദേശം നൽകി കോട്ടക്കൽ നഗരസഭയിലെ എല്ലാ ഗുണഭോക്താക്കളെയും പരിശോധിക്കണം, അവർ അർഹരാണെന്ന് പരിശോധിക്കണമെന്ന ഇന്നലെ തന്നെ നിർദ്ദേശം നൽകി. എന്നാലും ആ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇത് അവിടെ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഈ പരിശോധന ഉണ്ടാകും. മാത്രമല്ല ഇത് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ നടപടി, അത് വകുപ്പ് തല നടപടിയാണ്. അത് പരിശോധിക്കാൻ കത്ത് നൽകാനാണ് തീരുമാനിച്ചത്. മാത്രമല്ല ഇവർ ഈ ഈടാക്കിയ തുക, പെൻഷൻ പറ്റിയ തുക, അത് കൃത്യമായി തന്നെ തിരിച്ചു പിടിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നത്. തിരിച്ചു പിടിക്കുന്നത് പലിശ സഹിതമായിരിക്കും, ശമ്പളത്തിൽ നിന്നായിരിക്കും അത് പിടിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇതിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30-ക്കാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ധനകാര്യമന്ത്രിക്കൊപ്പം അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ വിഷയം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് പരിശോധന കാര്യക്ഷമമാക്കേണ്ടത്, നടപടി എങ്ങനെ വേണമെന്ന കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഇന്നലെ തന്നെ ധനകാര്യമന്ത്രി ശുപാർശ നൽകിയിരുന്നു, നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ ആളുകൾ, ഈ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല, ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ ധനവകുപ്പ് അത്തരത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. ഈ പെൻഷൻ നൽകാൻ, പെൻഷന് അർഹരാണെന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർ, ഈ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്ന ഉദ്യോഗസ്ഥർ, പെൻഷൻ നൽകുന്ന ഉദ്യോഗസ്ഥർ, ഇവരുടെ കൂട്ടായ ഇടപെടൽ, അവരുടെ ഒത്താശയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ പെൻഷൻ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ധനകാര്യ വകുപ്പിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. അതിന് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന വകുപ്പിലെ വിജിലൻസ് ഇത് പരിശോധിക്കുകയും ഇവർക്കെതിരെ റിപ്പോർട്ട് നൽകുകയും ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകിയത് ഈ പരിശോധന വെറും പരിശോധന മാത്രം പോരാ, അന്വേഷണം മാത്രം പോരാ, എല്ലാ മാസവും കൃത്യമായി തന്നെ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും റിപ്പോർട്ട് അറിയിക്കണമെന്നും അതിന്റെ എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന അറിയിക്കണമെന്നും ധനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും കാര്യക്ഷമമായി തന്നെ സർക്കാർ ഇതിൽ ഇടപെടുകയാണ്. രജിഷ് പറഞ്ഞതുപോലെ തന്നെ വലിയ ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് നേരത്തെ പുറത്തു വന്നത്. ഇതിൽ ഇനി അറിയേണ്ടത് ഈ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമോ എന്നാണ്. നിലവിൽ ഇന്ന് രാവിലെ തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയത് ആദ്യം ഈ പരിശോധനയാണ് നടത്തുക, ഇനിയും അർഹർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, അതിനുശേഷം നടപടി സ്വീകരിക്കുക, പിന്നീട് ക്രിമിനൽ കേസിലേക്ക് പോകും അല്ലെങ്കിൽ പരിശോധിച്ച ശേഷം പോകുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് 12:30-ക്ക് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകും. രുചിഷൻ. ശരി ബിനിൽ.